ഹലോ മക്കളെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ എറേഴ്സ്. റെക്ടിഫിക്കേഷൻ എൻട്രി മക്കളെല്ലാവരും ചെയ്യുന്നുണ്ടാവും. സാലറിയുടേതും റെന്റ് പെയ്ഡ് ലാൻഡ് ലോഡിൻ്റെതും പേര് മാറിപ്പോന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അതുപോലെ തന്നെ കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്, അതായത് അണ്ടർ കാസ്റ്റിംഗ് ഓവർ കാസ്റ്റിംഗ് വരുമ്പോൾ ചിലപ്പോഴൊക്കെ കുട്ടികൾ സംശയം ഉണ്ടാക്കാറുണ്ട്. കാരണം അണ്ടർ കാസ്റ്റിങ്ങും ഓവർ കാസ്റ്റിങ്ങും റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ രണ്ടെണ്ണം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അണ്ടർ കാസ്റ്റിംഗ് ഓവർ കാസ്റ്റിംഗ് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുകൊണ്ട് വേഗം നമുക്കത് നോക്കി വരാം. അണ്ടർ കാസ്റ്റിങ്ങും ഓവർ കാസ്റ്റിങ്ങും എക്സാമിനേഷൻ വരാനുള്ളത് 4 പേർക്കാണ്. അതായത് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ഈ 4 പേർക്കാണ് അണ്ടറും ഓവറും വരുന്നത്. ഈ ഒരു കോളം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഈ ഒരു കോളം മാത്രം നോക്കിയാൽ മതി. ഈ കോളത്തിന് അണ്ടർ കാസ്റ്റ് വരികയാണ് എന്ത് ചെയ്യണം, ഓവർ കാസ്റ്റ് വരികയാണ് എന്ത് ചെയ്യണം. ഇത് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടർ കാസ്റ്റ് വരികയാണെങ്കിൽ പർച്ചേസ് ബുക്കാണ് അണ്ടർ കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പർച്ചേസ് ബുക്കിന് വീണ്ടും ഒരു ഡെബിറ്റ് കൊടുക്കുക. കാരണം കുറവാണെങ്കിൽ വീണ്ടും ഒരു ഡെബിറ്റ് കൊടുക്കുക, ഓവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. സെയിൽസ് ബുക്ക് അണ്ടർ ആണെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക, ഓവർ ആണെങ്കിൽ വീണ്ടും ഡെബിറ്റ് ചെയ്യുക. നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിന്റെ സഹായം വാങ്ങും. പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ആണെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓവർ കാസ്റ്റ് ആണെങ്കിൽ വീണ്ടും ഡെബിറ്റ് ചെയ്യുക. സെയിൽസ് റിട്ടേൺസ് ബുക്ക് ആണെങ്കിൽ വീണ്ടും കുറവാണെങ്കിൽ അണ്ടർ കാസ്റ്റ് ആണെങ്കിൽ വീണ്ടും ഡെബിറ്റ് ചെയ്യുക. കാരണം സെയിൽസ് റിട്ടേൺ ഓൾവേസ് ഡെബിറ്റ് ആണ്, വീണ്ടും ക്രെഡിറ്റ്. ഈ ഒരു ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ആ പ്രോബ്ലം സാർ ഇതാ കാണിക്കാൻ പോവുകയാണ്. അണ്ടർ കാസ്റ്റിംഗിന്റെ പ്രോബ്ലം സാർ കാണിക്കാൻ പോവുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടേബിൾ. പർച്ചേസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കും കേട്ടോ. പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റ് ബൈ 400. പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റ് ആണെങ്കിൽ പർച്ചേസ് ബുക്കിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ എഴുതാം നമുക്ക് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 400. ഈസി കഴിഞ്ഞു. അതുപോലെ തന്നെ പർച്ചേസ് ബുക്ക് ഓവർ കാസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പം എന്താ വരിക, ടു പർച്ചേസസ് എന്ന് വരും. ആര് ഡെബിറ്റ് ചെയ്യണം, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. സെയിം എമൗണ്ട് എത്ര വരും, 600 വരും. കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇനി വരാനുള്ളത് സെയിൽസിനെ കുറിച്ചാ. സെയിൽസ് ബുക്ക് അണ്ടർ കാസ്റ്റ്. സെയിൽസ് ബുക്ക് അണ്ടർ കാസ്റ്റ് ആണെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് ചെയ്യണം. ടു സെയിൽസ് എന്നല്ലേ വരിക. അപ്പോൾ ആരെ ഡെബിറ്റ് ചെയ്യണം, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 800 ആണ് രണ്ടിലും വരുന്നത്. ഇനി അതുപോലെ തന്നെ സെയിൽസ് ബുക്ക് ഓവർ കാസ്റ്റ്. സെയിൽസ് ബുക്ക് ഓവർ കാസ്റ്റ് ആണ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 600. ഈസി, വെരി ഈസി. ഇനി നേരെ അടുത്ത് നോക്കാം, റിട്ടേൺസ് നോക്കാം. പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്. പർച്ചേസ് റിട്ടേൺ എല്ലാ സമയത്തും ക്രെഡിറ്റ് ബാലൻസാണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺസിൽ അണ്ടർ കാസ്റ്റ് ആണെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് ചെയ്യുക. ടു പർച്ചേസസ് റിട്ടേൺസ് ആര് വരും, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് റിട്ടേൺസ് 200. ദെൻ വീണ്ടും നമുക്ക് വന്നു പർച്ചേസ് റിട്ടേൺ ബുക്ക് ഓവർ കാസ്റ്റായി ഡെബിറ്റ് ചെയ്യുക. പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എമൗണ്ട് എത്ര വരിക, 300 വരിക. ഈസി അല്ലേ, ഈസി അല്ലേ. ഇനി നമുക്ക് വേണ്ടത് സെയിൽസ് റിട്ടേൺസിൻ്റെ കൂടി ചെയ്ത് പഠിക്കാം. സെയിൽസ് റിട്ടേൺസ് ബുക്ക് അണ്ടർ. സെയിൽസ് ബുക്ക് അണ്ടർ ആണെങ്കിൽ വീണ്ടും ഡെബിറ്റ് ചെയ്യുക. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എമൗണ്ട് 300. ഇനി അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഓവർ ആണെങ്കിലോ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. സോ ടു സെയിൽസ് റിട്ടേൺസ്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ് വരുന്ന സമയത്ത് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ സെയിൽസ് റിട്ടേൺ 100. പബ്ലിക് എക്സാമിനേഷന് ഏതെങ്കിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നമുക്ക് അണ്ടർ കാസ്റ്റ് ഓവർ കാസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത്.